ഒരു വശത്ത് സുരക്ഷയൊരുക്കുമ്പോൾ മറുവശത്ത് SFIയോട് അക്രമം അഴിച്ചുവിടാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നാടക കമ്പനി തുടങ്ങിക്കൂടെ? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും മുഖ്യമന്ത്രിയെ വിമർശിച്ച് പറഞ്ഞതാണിത്. വീണ്ടും ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം നടന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വിമർശനം നടത്തിയത്. തൃശൂർ എങ്ങണ്ടിയൂരിലാണ് വീണ്ടും SFIയുടെ കരിങ്കൊടി പ്രതിഷേധം നടന്നത്. പിന്നാലെ SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ മർദ്ദിക്കുകയും ചെയ്തു. 10-ലധികം വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. CRPFന്റെ സുരക്ഷാ വലയം മറികടന്നാണ് SFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇന്നലെയും ഗവർണറുടെ പരിപാടികൾ തൃശൂരിൽ ഉണ്ടായിരുന്നു. BJP RSS അനുഭാവികളാണ് SFI പ്രവർത്തകരെ മർദ്ദിച്ചതെന്നാണ് പോലീസ് നിഗമനം. ഇന്നും ഗവർണർക്ക് വേറെയും 2 പരിപാടികളുണ്ട്. അവിടെയും ശക്തമായ പ്രതിഷേധം നടക്കുമെന്നാണ് SFI നേതാക്കൾ അറിയിച്ചത്. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച 25 SFI പ്രവർത്തകരെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുളങ്കുന്നത്തുകാവിൽ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് വെളപ്പായ റോഡിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള 25 SFIക്കാരെയാണ് പോലീസ് പിടികൂടിയത്. ഗവർണറുടെ വാഹന വ്യൂഹത്തിനടുത്തെത്തിയായിരുന്നു SFI പ്രതിഷേധം. സമരക്കാരുടെ മുഖത്തും കണ്ണിലും മർദ്ദിച്ചെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷനിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ആവശ്യപ്പെട്ടു. അനുനയിപ്പിക്കാൻ ഫോണിൽ വിളിച്ച DGPയോടും അദ്ദേഹം കയർത്തു. അതേസമയം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ കാര്യത്തിൽ ഒരു രീതിയും ഗവർണറുടെ സുരക്ഷാ രീതിയിൽ വേറൊരു രീതിയും എന്ന നിലയിലാണ് കാര്യങ്ങൾ മുൻപോട്ടു പോകുന്നത്.